നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും കോച്ച് ഡേവിഡ് കാറ്റ്ലയും തമ്മിൽ വഴിവിരിഞ്ഞു എന്ന റിപ്പോർട്ട് ഇപ്പോൾ കൺഫേം ചെയ്തു വരുന്നു. ഇവർ വഴിവിരിയുകയാണ് എന്നുള്ള വാർത്ത നേരത്തെ വന്നിരുന്നതാണ്, നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇത് ഒഫീഷ്യൽ വരുന്നില്ല എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് വരുമെന്നാണ് ലഭ്യമാവുന്ന സൂചനകൾ. ഏതായാലും മാർക്കസ് മെർഹുലാവോ കൺഫേം ചെയ്തു കഴിഞ്ഞു. ഡേവിഡ് കാറ്റ്ലയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വഴിവിരിഞ്ഞു. ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് അത് വെസ്റ്റ്വുഡ് ആവും എന്നുള്ള വാർത്തകളും നേരത്തെ വന്നിരുന്നു, നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് അധികം വൈകാതെ പുതിയ കോച്ചിനെ പ്രഖ്യാപിക്കും. പുതിയ കോച്ചുമായിട്ട് എഗ്രിമെൻ്റ് എത്തുന്നതിൻ്റെ തൊട്ടരികിലാണ് എന്നുകൂടി മാർക്കസ് മെർഹുലാവോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററായിട്ടുള്ള മാർക്കസ് മെർഹുലാവോ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കേരള ബ്ലാസ്റ്റേഴ്സും ഡേവിഡ് കാറ്റ്ലയും തമ്മിൽ വഴിപിരിഞ്ഞിരിക്കുന്നു. പുതിയ കോച്ചായിട്ട് ആഷ്ലി വെസ്റ്റ്വുഡിനെ സൈൻ ചെയ്തതിൻ്റെ തൊട്ടരികിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. വെസ്റ്റ്വുഡ് ഓൾറെഡി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് FC have parted ways with David Catala and are very close to signing Ashley Westwood as coach. Westwood has already arrived in India എന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ മോശം പ്രകടനം, ഇതുവരെ ഒറ്റക്കളിയും വിജയിക്കാൻ കഴിയാതെ പോയത്, ഇതൊക്കെ തന്നെയാണ് ഡേവിഡ് കാറ്റലയ്ക്ക് പുറത്തേക്കുള്ള വഴി തെളിയിച്ചു കൊടുത്തത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ റെലഗേഷൻ ഒഴിവാക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്. ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് കളി പുനരാരംഭിക്കുമ്പോൾ, ISL പുനരാരംഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്ത് കാറ്റല ഉണ്ടാവില്ല, പകരം വെസ്റ്റ്വുഡ് ആയിരിക്കുമെന്നാണ് എല്ലാ സൂചനകളും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.